അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന്? യുദ്ധം പവർ ഗ്രൂപ്പിനെതിരെയാണ് എന്നുള്ളതാണ് ശ്വേതാ മേനോൻ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നത്. മോനെ ഉണ്ടെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം. കാരണം ഈ പവർ ഗ്രൂപ്പിന് എങ്ങനെയെങ്കിലും ഒന്ന് മണിയടിച്ചിട്ട് എനിക്ക് 4 ചിത്രം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവരെ ഒന്നും പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. പിന്നെ തലപ്പത്ത് വരാൻ പറ്റില്ല എന്നൊന്നും ആർക്കും പറയാനും നോക്കില്ല. ഇലക്ഷനിൽ നിന്നിട്ട് ആൾക്കാർ വോട്ട് ചെയ്താൽ ജയിച്ചാൽ തലപ്പത്ത് വരും. സിനിമയിലുള്ളവരാണ് ഈ അമ്മ കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഇവരും എല്ലാ കാലവും ഇവർ നിൽക്കാനൊന്നും പോണില്ല. 3 വർഷം കഴിയുമ്പോൾ ഇവരും ഇലക്ഷനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അന്ന് വോട്ട് ചെയ്ത് ജയിച്ചാൽ ഇവർ ജയിച്ചു, ഇല്ലെങ്കിലും വെറും സാധാരണ മെമ്പർ തന്നെയാണ്. മെമ്പർമാരുടെ ഇടയ്ക്ക് അമ്മയുടെ മുന്നിൽ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഈ പറയുന്ന ഇങ്ങേറ്റം നിൽക്കുന്ന മഹേഷ് ആയാലും അമ്മയ്ക്ക് മക്കൾ തുല്യത ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യ കാര്യമുണ്ട്. പിന്നെ പവർ ഗ്രൂപ്പ്, അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കണതല്ലാണ്ട് സത്യമായിട്ടും നിങ്ങൾക്കെങ്ങാനും അറിയാമെങ്കിൽ, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. കാരണം മണിയടിച്ചിട്ട് 4 സിനിമ എനിക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വെറുതെ നമുക്ക് ചാരാൻ വേണ്ടി മതിൽ ചാരി തേടി നടന്ന് കാണുന്ന മതിലിൽ ചാരുക എന്നുള്ളതല്ലാണ്ട് ഇതൊന്നും അല്ല വേണ്ടത്. നമ്മൾ സ്റ്റഡിയായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന വലിയ സംഘടനയുടെ പേര് നിലനിർത്തിക്കൊണ്ട് ഈ സംഘടനയുടെ ആ സ്ഥാനത്തിൻ്റെ വലിപ്പം ഇവർ നിലനിർത്തിക്കൊണ്ട് പെരുമാറുക, സംസാരിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യണം അവർ. ഇവരെക്കാളും തിരക്കുണ്ടായിരുന്ന സമയത്തൊക്കെയാണ് ലാൽ സാറും മമ്മൂക്കയൊക്കെ ഇതിൻ്റെ സെക്രട്ടറി സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ വഹിച്ചിരുന്നത്. അപ്പം പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ എത്രയോ വർഷം അമ്മയുടെ പ്രസിഡൻ്റായിരുന്നില്ലേ? അദ്ദേഹത്തിന് തിരക്കില്ലായിരുന്ന സമയത്താണോ? അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അസുഖവും കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. തിരക്കല്ല. ഇത് അമ്മയുടെ കാര്യം ചെയ്യുന്നതിന് ആരും അവരുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം സിനിമാ ജീവിതവുമായിട്ടൊന്നും കലർത്താറില്ല. അവർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. ജഗദീഷ് ഏട്ടൻ വളരെ എന്താണ് പറയേണ്ടത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ തന്നെ അമ്മ സംഘടനയിൽ ഒരുപാട് വർഷം ഖജാൻജിയായിട്ട് നിന്നിട്ടുള്ള ആളാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിനെ പറ്റി അറിയാമല്ലോ, അദ്ദേഹം അധ്യാപകനായിട്ടും അല്ലാണ്ടും ഒക്കെ തന്നെ നല്ല രീതിയിൽ മലയാള സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തെ പോലുള്ളവർ വരണം, തീർച്ചയായിട്ടും വരണം. അതുപോലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർ ഇതിനകത്ത് വരണം. ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് രാജിവെച്ചിട്ട് പകരം എല്ലാം കൂടെ സ്ത്രീകളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് കഴിവുള്ളവരും കൂടെ ഉണ്ടാവണമായിരുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇളക്കം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ വെടിക്കെട്ടിൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ എല്ലാം ഇട്ടച്ച് പോകുന്നവരല്ല നമുക്ക് വേണ്ടത്. അവിടെ നിന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടവരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഇനിയെങ്കിലും ഇവർ അതിന് തയ്യാറായി നിന്നുകൊണ്ട് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരു നല്ല ഊർജ്ജത്തോടു കൂടി അടുത്ത 2 വർഷം കൂടി അമ്മയെ നയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് വരട്ടെ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജഗദീഷ് ഏട്ടനെ പോലുള്ളവരുടെ സുമനസ്സുകൊണ്ട് അവരൊക്കെ ഇലക്ഷന് നിന്നാലേ അവരെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്ന് കൂടെ ഓർക്കണം. അപ്പം അതേപോലുള്ള കഴിവുള്ള ആൾക്കാർ വന്ന് അമ്മയെ വീണ്ടും നയിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. ഇപ്പം തന്നെ സിനിമയിലുള്ള ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള താരങ്ങൾ തന്നെ അതായത് അടുത്ത 2 പതിറ്റാണ്ട് മലയാള സിനിമയെ നയിക്കേണ്ടതായിട്ടുള്ള നല്ല കഴിവുറ്റ താരങ്ങളൊക്കെ തന്നെ ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറി നിൽക്കുന്നുണ്ട് ഷൂട്ടിങ്ങിൻ്റെ പേര് പറഞ്ഞു. പണ്ടൊക്കെ ഞങ്ങൾ അമ്മ തുടങ്ങിയ സമയത്ത് സിനിമ ആ ദിവസം വെക്കില്ല. ലാൽ സാറൊക്കെ വിദേശത്ത് നിന്ന് വരെ ഫ്ലൈ ചെയ്ത് വന്ന് ഈ ഇതിൽ ഇപ്പോൾ പോലും അദ്ദേഹം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ആ ചെറുപ്പക്കാരൊക്കെ തിരിച്ചു വരണം. അവരൊക്കെ ഇങ്ങനെ വേറെ ചിന്തിച്ച് പോകരുത്, വേറെ സംഘടനയെ പറ്റിയൊന്നും ചിന്തിച്ച് പോകരുത്. അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് വന്നുകൊണ്ട് ഇതിന് ഊർജ്ജം കൊടുത്തുകൊണ്ട് പറ്റുമെങ്കിൽ അവർ ഇതിനെ നയിക്കുന്ന രീതിയിലൊക്കെ വന്നുകൊണ്ട് ഇതിനെ ഒരു പുത്തനുണർവ് കൊടുക്കണം. പിന്നെ ഈ കൊഴിഞ്ഞു പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള സുമനസ് കാണിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.